ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ള എന്തിനാണെന്നറിയോ? ഞാൻ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വന്നു. അതായത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് എൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വന്നു. ഒരു ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്, കൊറിയർ വന്നിട്ടുണ്ട്, അത് കൈപ്പറ്റണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ സംഭവം ഓർഡർ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ പിന്നെ എൻ്റെ ഫോണിൽ ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തോട്ടൊന്നും കാണുന്നുമില്ല. പക്ഷേ അയാളാണെങ്കിൽ എന്നെ തുരുതുരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്ഥിരം തരുന്ന ആൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അയാൾ എന്നെ തുരുതുരാന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായി സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ശരി ഓക്കെ, ഞാൻ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലോ, സപ്പോസ് നമുക്കത് എടുത്ത് കളയാം, നമ്മളെ വിശ്വസിച്ച് നമുക്ക് കൊണ്ട് തരുന്ന ആളല്ലയോ എന്നും പറഞ്ഞിട്ട് ഞാൻ സംഭവം എടുത്താണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതൊരു ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആരോ ഇട്ട് കീറി വലിച്ചെറിഞ്ഞ ഒരു പാൻറ്റും, എന്താ പറയുക, അതുപോലെ ആരോ നാറിയ ഒരു ടോപ്പുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ 600 രൂപ കല്ലായതിൻ്റെ വേദന എനിക്കതിന് ഓക്കെ ആവാനേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വന്നത് എന്താണെന്നറിയോ, ഈ കാട്ടെന്നാണ് കേട്ടോ ഫോണിൽ മെസ്സേജ് വന്നത്. പിന്നീട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കാട്ട് ഫ്ലിപ്കാർട്ടും രണ്ടും ഒന്നല്ല. അതായത് ഈ കാട്ട് എന്ന് പറയുന്നത് ഒരു സപ്ലൈ ചെയ്യുന്ന ഒരു ആപ്പാണ് എന്നറിഞ്ഞത് കേട്ടോ. അതല്ലാതെ അത് ഷോപ്പിംഗ് ആപ്പല്ല. അപ്പോഴത്തേക്ക് ഞാൻ അയാളെ വിളിച്ച് സംഭവങ്ങളൊക്കെ സംസാരിച്ചു, എന്താണ് ഏതാണെന്നൊക്കെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് റിട്ടേൺ ഇല്ലാത്ത സാധനമാണ്, നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കെന്തായാലും സമാധാനമായി. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് 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 എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണത് റിയാക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളും റിയാക്ട് ചെയ്യാണ്ട് വിട്ടോ പോട്ടെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇത് റിയാക്ട് ചെയ്യണോ അതല്ല റിയാക്ട് ചെയ്യാണ്ട് വിടണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമമായി വന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, 600 രൂപ ആയിട്ടോ ഈ സംഭവത്തിന്. ഇത് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ പാൻ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാൻ, അഴുക്ക് പിടിച്ചങ്ങ് പൊണ്ടാരടങ്ങിയിരിക്കുക. ഈ വീഡിയോ കാണുന്നവർ ആരായിരുന്നാലും പ്ലീസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്തതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട വേറൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.